നമസ്കാരം. പുസ്തക പരിചയ ശ്രേണിയിൽ നമുക്ക് കടവൂർ ശിവശങ്കരപ്പിള്ളയുടെ ഒരു രചന പരിചയപ്പെടാം. ഏകദേശം 60 വർഷങ്ങൾക്കപ്പുറം മലയാള സാഹിത്യലോകത്തിൽ തിളങ്ങിനിന്ന അദ്ദേഹം നാടകം, നോവൽ, ചെറുകഥ തുടങ്ങിയ പല സാഹിത്യശാഖകളിലും രചനകൾ നടത്തിയിരുന്നല്ലോ. അതിലേതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജൈവതാളങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പരിചയപ്പെടാം. ഓഹോ, അതിലെത്ര ചെറുകഥകളുണ്ട്? അക്കാലത്തെ കേരള ഗ്രാമജീവിതങ്ങളുടെ തുടിപ്പുകൾ ഒപ്പിയെടുത്ത 8 ചെറുകഥകളും ഒരു നീണ്ട കഥയും ചേർന്നതാണത്. ആരാണ് അതിന്റെ അവതാരിക എഴുതിയത്? പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ മുരളീകൃഷ്ണ എഴുതിയ വിശാലമായ ഒരു അവതാരികയോടുകൂടിയാണ് ഈ പുസ്തകം വായനയ്ക്കായി തുറക്കപ്പെടുന്നത്. ഓഹോ, ആ അവതാരിക ഒന്ന് വായിച്ചു കേൾക്കാൻ തോന്നുന്നു. അതിനെന്താ, ഞാൻ വായിച്ചുതരാം. സ്വൽപ്പം നീളക്കൂടുതലുണ്ട്. ബോറടിക്കുന്നേൽ പറയണേ. ശരി ശരി. ശ്രീ കടവൂർ ശിവശങ്കരപ്പിള്ളയുടെ കഥകളിലൂടെ കടന്നുപോകുമ്പോൾ ഒരാസ്വാദകന് ആ രചനകളെ എന്നും ഹൃദയത്തോട് അടുപ്പിച്ചു നിർത്തുന്ന ഒട്ടേറെ സവിശേഷതകളെ വേർതിരിച്ചെടുക്കാൻ കഴിയും. മനുഷ്യദുരന്തങ്ങളുടെ തികച്ചും പച്ചയായ കുറേ ആഖ്യാനങ്ങൾ. അവിടെ നാടകീയമായ വൈകാരിക സംഘട്ടനങ്ങൾ തീരെയില്ല. നിഗൂഢവും സങ്കീർണവുമായ ദാർശനിക വ്യഥകളെ കാലമടിച്ചേൽപ്പിക്കുന്ന ഭയസംഭ്രാന്തികളോ സന്ദേഹങ്ങളോ ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ ആവുന്നത്ര ആഴത്തിൽ അമർത്തിവച്ച അന്തസ്സംഘർഷങ്ങളുടെ അഗ്നിശൈലങ്ങൾ പേറി നിശബ്ദം ജീവിക്കുന്ന കുറെ തീക്കുടുക്കകൾ. ശ്രീ കടവൂർ ശിവശങ്കരപ്പിള്ളയുടെ ഒരു നാടകത്തിന്റെ പേര് തന്നെ തീക്കുടുക്ക എന്നാണല്ലോ. പതിഞ്ഞ താളത്തിൽ ഏകാന്തതയിലിരുന്നു കൊട്ടിപ്പാടുന്ന ആത്മനൊമ്പരങ്ങളുടെ ദുഃഖഗീതം പോലെ മനസ്സിനെ ആർദ്രമാക്കുന്ന സംഭവങ്ങൾ. അതിവാചാലത ഒട്ടും തന്നെയില്ലാതെ ജീവിതത്തെ ദുരന്തമാക്കുന്ന അനുഭവ പരമ്പരകളെ നിസ്സംഗതയോടെ അകലെ നിന്നു കാണുമ്പോലെ കോറിയിടുന്ന, വാക്കുകളെ അങ്ങേയറ്റം പിശുക്കുന്ന രചനാരീതി. ശ്രീ കടവൂർ ശിവശങ്കരപ്പിള്ളയുടെ കഥാലോകം മുഴുവൻ തിരഞ്ഞാലും നാടകീയമായ സംഘട്ടനങ്ങളോ ഏറ്റുമുട്ടലുകളോ ഒന്നും കണ്ടെത്താനാവില്ല. ദുരന്തം സ്വാഭാവികമെന്നോണം സംഭവിക്കുകയാണ് അവിടെയെന്ന് തോന്നും. ആഖ്യാനത്തിന്റെ അതിചടുലമായ ഭാഷാപ്രയോഗങ്ങളില്ല. സാധാരണക്കാരന് ചിരപരിചിതമായ വാക്കുകളിലൂടെ അനാവൃതമാകുന്ന അതിസാധാരണരായ കുറേ ജീവിത ദുരന്തങ്ങൾ. അതിനാൽ ഈ കഥകളെ ആധുനികം, ആധുനികോത്തരം തുടങ്ങിയ കള്ളികളിലൊന്നും തളച്ചിടാനാവില്ല. സനാതനമായ മനുഷ്യദുഃഖങ്ങളുടെ വർണ്ണപ്പുലിമ തീണ്ടാത്ത ആഖ്യാനശൈലി. ഭാഷയിൽ നിന്നും തേനിന്റെ മധുരം പോലെ ചോർന്നുകൊണ്ടിരിക്കുന്ന പഴയ രചനാ നൈർമല്യത്തെ ഈ കഥകൾ ഒരിക്കൽ കൂടി ഓർമ്മയിൽ കൊണ്ടുവരുന്നു. നിത്യജീവിതത്തിൽ എവിടെ വേണമെങ്കിലും അഭിമുഖം വരാവുന്നതാണ് ഈ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെയും. തകർന്നുപോയ ഒട്ടേറെ സ്വപ്നങ്ങളുടെ വ്യഥകളും ചുമന്ന് ഏകാന്തതയിൽ ജീവിതം തുടരാൻ വിധിക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രദക്ഷിണാ വഴി എന്ന കഥയിൽ കാണാം. അയാളുടെ ദുരന്തങ്ങൾ എപ്പോഴും ചുറ്റുമുള്ള സഹപ്രവർത്തകർ പോലും അറിയുന്നില്ല എന്നിടത്താണ് ആ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാവുന്നത്. തികച്ചും ഒരു വിരുന്നുകാരനെപ്പോലെ സ്വന്തം മകളുടെ വിവാഹമണ്ഡപത്തിൽ അയാൾ ആകസ്മികമായി എത്തിച്ചേരുന്നു. ഒരിക്കൽ തന്റേതായിരുന്ന ഭാര്യ പോലും അയാളോട് പരിചയം ഭാവിക്കുന്നില്ല. അങ്ങനെ ഭാവിക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് അവരുടെ ജീവിതത്തിന്റെ ദൈന്യം. ആരോടും ഒന്നും പറയാനാവാതെ ആശീർവാദമെന്ന കപടനാടകവും കഴിഞ്ഞ് എല്ലാവർക്കുമൊപ്പം അയാളും മടങ്ങുന്നു. കൂടുതൽ ദുഃഖിതനായി, കൂടുതൽ ഒറ്റപ്പെട്ടവനായി. ഇതിനോട് ചേർത്തുവയ്ക്കാവുന്ന മറ്റൊരു കഥയാണ് ഇരുട്ടിന്റെ കാലൊച്ചകൾ. അവിടെയും മകന്റെ വിവാഹമാണ് രംഗം. ക്ഷണിതാവായിട്ടാണ് അയാൾ അവിടെ എത്തുന്നത്. എങ്കിലും വെളിച്ചത്തിലേക്ക് മുഖം കാട്ടാനാകാതെ ഇരുട്ടിൽ പതുങ്ങി നിൽക്കേണ്ടി വരുന്നു. ഒടുവിൽ ഇരുട്ടിന്റെ തന്നെ മറപറ്റി കാലൊച്ച പോലും കേൾപ്പിക്കാതെ നിഷ്ക്രമിക്കാൻ നിർബന്ധിതനാകുന്നു. എല്ലാം കൈവിട്ടുപോയ ആ ദുഃഖ അനുഭവങ്ങളെ എത്ര പരിമിതമായ വാക്കുകളിലൂടെയാണ് വരച്ചിടുന്നതെന്ന് നോക്കുക. മനുഷ്യർക്ക് ഭ്രാന്ത് ഒരനുഗ്രഹമാണ്, വിശേഷിച്ചും അരുതാത്തത് ചെയ്യുന്ന മനുഷ്യന്. ആ ഓർമ്മശകടം ജീവിതത്തിന്റെ അതുവരെ പിന്നിട്ട പാതയിലൂടെ പിന്നോട്ടുപോയി എങ്കിലും ഒന്നും മനസ്സിലായില്ല. വെറും കടകട ശബ്ദം മാത്രമുള്ളൊരു ലോകം. ഏതു കാലത്ത് എന്തെല്ലാം നടന്നുവെന്നറിയില്ല. വളരെയേറെ നടന്നിരിക്കണം. സാക്ഷി എന്ന കഥയിൽ സ്വന്തം ജീവിതത്തിന്റെ തകർച്ചയ്ക്കൊപ്പം എന്നോ ഒരിക്കൽ കൈവിട്ടുപോയ പ്രിയപ്പെട്ടവളുടെ ദുരന്തത്തിനും ഓർക്കാപ്പുറത്തൊരു രാത്രിയിൽ സാക്ഷിയാകേണ്ടിവരുന്ന നിസ്സഹായനെ കാണാം. ഇവിടെയും സങ്കടങ്ങളെ പുറത്തേക്ക് പ്രവഹിപ്പിക്കാതെ നെഞ്ചിനകത്തുതന്നെ അടക്കിപ്പിടിച്ചു നടക്കുന്ന മനുഷ്യർ മാത്രമാണുള്ളത്.
ഒന്നുറക്കെ കരയാൻ പോലും വിമുഖരാണവർ. വൈകാരികത പൂർണ്ണമായും ചോർത്തിക്കളഞ്ഞ് ഒരു യക്ഷിക്കഥയുടെ രൂപത്തിലാണ് ഈ ദുരന്തം അവതരിപ്പിക്കുന്നത്. അമ്മ എന്ന കഥയിൽ സ്വന്തം മകനുവേണ്ടി തുടിക്കുന്ന മാതൃഹൃദയത്തിന്റെ തേങ്ങലിനൊപ്പം സ്നേഹം പുറത്തുകാട്ടാനാവാതെ നീറുന്ന വീട്ടുകാരനെയും കാണാം. ആനയോളം വലിപ്പമുള്ള സ്വപ്നങ്ങളും ജീവിതാസക്തികളുമായി ജീവിതത്തെ ഉത്സവമാക്കാൻ കൊതിച്ച നിസ്സഹായന്റെ തകർച്ചയുടെ ചിത്രമാണ് പടച്ചോറും പായസവും എന്ന കഥയിൽ. അമ്പലവും ആനയും പുതിയ മേൽശാന്തിയും പടച്ചോറും ഒരിക്കലും ഒടുങ്ങാത്ത വിശപ്പുമൊക്കെ കൂടി സൃഷ്ടിക്കുന്ന ഗ്രാമ്യമായ അന്തരീക്ഷത്തിന്റെ ജീവത്തായ ചിത്രം ഈ കഥയ്ക്ക് ചാരുത നൽകുന്നു. കഥകളിൽ നിറയുന്ന ദുരന്ത ചിത്രങ്ങളുടെ ഈ താളഭംഗത്തിനിടയിൽ തികച്ചും വേറിട്ടു നിൽക്കുന്ന കഥകളാണ് ആഗസ്റ്റ് 15, ട്രാൻസ്ഫർ എന്നിവ. ഇന്നത്തെ ജീവിതത്തിന്റെ കാപട്യത്തിനും മൂല്യരാഹിത്യത്തിനും നേരെ വിരൽ ചൂണ്ടി ചെറിയ പുഞ്ചിരി പൊഴിക്കുന്നവയാണ് ഈ കഥകൾ. ഈ കഥകളിൽ നിന്നൊക്കെ വിഷയത്തിലും അവതരണശൈലിയിലും വേറിട്ടു നിൽക്കുന്നു നീണ്ട കഥയായ തീനാളങ്ങൾ. കാഴ്ച നഷ്ടപ്പെട്ട വളർത്തുനായയെ സാഹചര്യ സമ്മർദ്ദത്താൽ വിഷം നൽകി കൊല്ലേണ്ടി വന്ന ഒരു മനുഷ്യന്റെ മനോനൊമ്പരമാണ് ജീവതാളങ്ങൾ എന്ന മറ്റൊരു കഥ. ശ്രീ കടവൂർ ശിവശങ്കരപിള്ളയുടെ കഥകളിലൂടെ കടന്നുപോകുമ്പോൾ മനസ്സിൽ തെളിയുന്ന മറ്റൊരു പ്രത്യേകത ഈ കഥകളിലെല്ലാം അനാവൃതമാകുന്ന മനുഷ്യരുടെ ജീവിത സന്ധികളുടെ ഏകതാനതയാണ്. ഈ കഥകളിൽ എത്ര ചികഞ്ഞു നോക്കിയാലും തകർച്ചയുടെ കാരണങ്ങളോ കാരണക്കാരെയോ കണ്ടെത്താനാവില്ല. ദുരന്തങ്ങൾ ഇവിടെ സ്വയം കൃതാനർത്ഥങ്ങളോ മറ്റു മനുഷ്യരുടെ ചെയ്തികളോ ഒന്നുമല്ല. വിധിയും കാലവും മാത്രമാണ് ഈ കഥകളിലെ വില്ലന്മാർ. ജീവിതത്തിലെ വിഷമസന്ധികളിൽ ഓർക്കാപ്പുറത്തു വന്നുപെട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു നോക്കി വേദനിക്കുന്നവരെയാണ് മിക്ക കഥകളിലും കണ്ടുമുട്ടുക. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും വിധിയും കാലവും തല്ലിത്തകർക്കുന്ന ജീവിതത്തിന്റെ മഹാദുരന്തവും പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന ജീവിതദർശനമാണ് കഥാകൃത്തിൻ്റേത്. അതിന്റെ ശക്തമായ നിഴൽ എല്ലാ കഥകളിലും വീണുകിടക്കുന്നുമുണ്ട്. ഒട്ടും തന്നെ ചമത്കാരഭരിതവും വർണ്ണപ്പൊലിമ നിറഞ്ഞതോ അല്ല ശ്രീ കടവൂർ ശിവശങ്കരപിള്ളയുടെ രചനാശൈലി എന്നു മുമ്പേ സൂചിപ്പിച്ചല്ലോ. വളരെ കുറച്ചു വാക്കുകൾ, അതാവുന്നത്ര ലളിതം. ദുർഗ്രഹമായ ഒരു വാക്കുപോലും ഈ കഥകളിലൊന്നും കണ്ടുമുട്ടാനാവില്ല. സംഭവങ്ങളുടെ നാടകീയത മുഴുവൻ ചോർത്തിക്കളയുന്ന ആഖ്യാനരീതി, അതിപരിമിതമായ ബിംബകൽപ്പനകൾ, ചിരപരിചിതത്വത്തിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും കടന്നുകയറാത്ത ജീവിതമുഹൂർത്തങ്ങൾ, മിതത്വവും മുറുക്കവുമൊക്കെ തന്നെയാണ് ഈ കഥകളുടെ മെച്ചവും ഒപ്പം തന്നെ അതിന്റെ പരിമിതികളും. എനിക്ക് ഗുരുതുല്യനാണ് ശ്രീ കടവൂർ ശിവശങ്കരപിള്ള. ഒരു കാലത്ത് മനസ്സിനെ എഴുത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരണ തന്നവരിൽ എന്റെ നാട്ടുകാരൻ കൂടിയായ ഈ എഴുത്തുകാരനുണ്ടെന്ന് നന്ദിയോടെ ഓർക്കുന്നു. അഗ്രഗാമിയായ ഈ ഗുരുതുല്യന്റെ കഥകൾക്ക് ഇങ്ങനെയൊരു മുഖക്കുറിപ്പ് എഴുതാനും കുറെ ആസ്വാദന ചിന്തകളുമായി മുന്നിൽ വന്നു നിൽക്കാനും അവസരം തന്നത് ആ വലിയ മനസ്സു തന്നെയാണ്. വളരെ ദീർഘമായ അവതാരികയാണെങ്കിലും എല്ലാ കഥകളും വായിച്ചു കഴിഞ്ഞൊരു പ്രതീതി തോന്നുന്നു. അതെ അതെ വായനക്കളരികളും ഗ്രന്ഥശാലാ പ്രസ്ഥാനങ്ങളും നിറഞ്ഞ ഇക്കാലത്തും ഇത്തരം രചനകൾ പല ലൈബ്രറികളിലെയും പുസ്തകക്കൂനകളിൽ ഒരു കാലഘട്ടത്തിന്റെ ജനിതകത പേറി നിശബ്ദമായി ഉറങ്ങുന്നു എന്നു പറയാൻ തോന്നുന്നു. അതെ അതെ, വളരെ ശരിയാണ്. കടവൂർ ശിവശങ്കരപിള്ളയുടെ മറ്റൊരു രചനയെ പിന്നീടൊരവസരത്തിൽ പരിചയപ്പെടുത്താം. നന്ദി.